നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ കടുത്ത അവഗണന. ജില്ലയിലെ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. സംസ്ഥാന വ്യാപകമായി 17 മുതൽ അനിശ്ചിതകാല സമരം. ജില്ലയിൽ സമരം നേരത്തെ തുടങ്ങിയത് ഭക്ഷ്യവകുപ്പ് അധികൃതരുടെ റെയ്ഡിനെ തുടർന്ന്. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ വാണിജ്യ ബാങ്കുകളിലെ ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. CMPക്ക് എന്നും ഇടതുപക്ഷ മനസ്സാണെന്ന് പാട്യം രാജൻ. MVRന്റെ അവസാന കാലത്തും ഇടതുപക്ഷ ഐക്യം ആഗ്രഹിച്ചിരുന്നെന്നും പാട്യം രാജൻ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോളിയോ തുള്ളിമരുന്നില്ല. പ്രതിരോധ കുത്തിവയ്പ്പിനെത്തിയവർ വലഞ്ഞു. കാടുകളും കൂടുകളും നഷ്ടമാവുമ്പോൾ പറവകൾക്ക് ആകാശം മാത്രം. കൂടുകൂട്ടാൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കോൺക്രീറ്റ് കാടുകൾ. കടന്നുപോകുന്നു ഒരു പക്ഷി നിരീക്ഷണ ദിനം. വിശദമായ വാർത്തകളിലേക്ക്. വിലക്കയറ്റത്തിന്റെ രൂക്ഷതയിൽ സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ച് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. റേഷൻ വ്യാപാരികൾ ജീവിത സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാത്ത സർക്കാർ നിലപാടിൽ അന്നം മുട്ടിയത് പാവം ജനങ്ങളുടേത്. വിലക്കയറ്റം കൊണ്ട് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിയിരിക്കുകയാണ് പല കുടുംബങ്ങളിലും. അരിക്കും പലവ്യഞ്ജനങ്ങൾക്കുമെല്ലാം വില കുത്തനെ കൂടി. ആശ്വാസമാകേണ്ടുന്ന സർക്കാരിന്റെ സപ്ലൈകോ നന്മ സ്റ്റോറുകളിലും സാധനങ്ങൾക്ക് വില ഉയർത്തി. പിന്നെ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് റേഷൻ കടകളായിരുന്നു. ചെറിയ പൈസക്ക് കുറച്ചെങ്കിലും അരി വാങ്ങി ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ ഇതും നിലച്ചതോടെ 30-40 രൂപ കൊടുത്ത് അരി വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. വർഷങ്ങളായി ലഭിക്കുന്ന തുച്ഛമായ കമ്മീഷൻ കൂട്ടി നൽകണമെന്നാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടത്. ആവശ്യമുന്നയിച്ച് സർക്കാരിനും വകുപ്പ് മന്ത്രിക്കുമെല്ലാം നിരവധി തവണ പരാതികളും നൽകി. ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടുമില്ല. കമ്മീഷൻ കൂട്ടുമെന്ന് വകുപ്പ് മന്ത്രി പറഞ്ഞെങ്കിലും നാമമാത്രമായ തുകയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഒരു കിൻഡൽ അരിക്ക് 200 രൂപ നൽകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 90 രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരികൾ നവംബർ 1 മുതൽ ഇന്റന്റ് ബഹിഷ്കരിച്ചത്. സ്റ്റോക്ക് എടുക്കുന്നതും നിർത്തിവച്ചു. 17 മുതൽ അനിശ്ചിതകാല കടയടച്ചുള്ള സമരത്തിനും ആഹ്വാനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ റേഷൻ ഷോപ്പിലെത്തി പരിശോധന നടത്തുകയും കൃത്രിമം ഉണ്ടെന്ന് പറഞ്ഞ് പല റേഷൻ ഷോപ്പുകളും പൂട്ടണമെന്നും ആവശ്യപ്പെട്ടുവത്രേ. ഇതിൽ പ്രതിഷേധിച്ച് 12 മുതൽ ജില്ലയിലെ റേഷൻ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി TK ആരിഫ് പറഞ്ഞു. റേഷൻ വ്യാപാരികൾ നടത്തിവരുന്ന കഴിഞ്ഞ 1-ാം തീയതി മുതൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ആ സമരങ്ങളൊക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഭരണകൂടം തയ്യാറായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 17-ാം തീയതി മുതൽ ഈ സമരത്തിന്റെ ഭാഗമായി വരാൻ വന്ന 17-ാം തീയതി കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഗവൺമെന്റ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ റേഷൻ വ്യാപാരികളെ അകാരണമായി റെയ്ഡ് നടത്തുകയും ഒട്ടനവധി കടകൾ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റെയ്ഡുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയി ഈ കട സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അടിവരയിട്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അടച്ചിട്ടുള്ള കടകൾ, സസ്പെൻഡ് ചെയ്തിട്ടുള്ള കടകൾ, നടപടി സ്വീകരിച്ചിട്ടുള്ള കടകൾ, അത് നടപടികൾ പിൻവലിക്കാതെ കണ്ണൂർ ജില്ലയിലെ ഒരു കടയും തുറക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമെന്നുകൂടി അറിയിക്കുകയാണ്. സമരം തുടർന്നാൽ സംസ്ഥാനത്തെ 14,000-ഓളം റേഷൻ കടകളാണ് പൂട്ടിയിടുക. 70 ലക്ഷത്തോളം കാർഡ് ഉടമകളും ഇതോടെ ദുരിതത്തിലാകും. റേഷൻ കടകൾ അടച്ചിടുന്നതോടെ സാധാരണക്കാരുടെ ജീവിതം താളം തെറ്റുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. റേഷൻ വിതരണത്തിലും റേഷൻ വ്യാപാരികളുടെ കാര്യത്തിലും കാലാനുസൃതമായ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാവാത്തത് വ്യാപാരികളോടും ജനങ്ങളോടും കാണിക്കുന്ന അനീതിയാണെന്ന് TV രാജേഷ് MLA. റേഷൻ വ്യാപാരികൾ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥ തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു TV രാജേഷ് MLA. സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെയാണ് റേഷൻ വ്യാപാരികൾ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത്.
നവംബർ 17 മുതൽ അനിശ്ചിതകാലത്തേക്ക് കടയടച്ചിടുകയാണ്. സമരപ്രചരണാർത്ഥം ആൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി.കെ. ആരിഫ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തളിപ്പറമ്പിൽ നിന്നാണ് തുടക്കമായത്. ഉദ്ഘാടന ചടങ്ങിൽ പി. തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ബി. സഹദേവൻ, കെ. പവിത്രൻ, എം. എ. മുസ്തഫ, പ്രേമരാജൻ, ഇ. എ. ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. MLA-യിൽ നിന്നും ടി.കെ. ആരിഫ് പതാക ഏറ്റുവാങ്ങി. ഈ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ കാര്യത്തിൽ, കമ്മീഷന്റെ കാര്യത്തിൽ കാര്യമായ കുറവാണ് വന്നിരിക്കുന്നത്. നേരത്തെ റേഷൻ ഷാപ്പുകളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അളവിൽ ഇതിന്റെ ഭാഗമായി കുറവ് വരുന്നു. എന്നാൽ കാലാനുസൃതമായി റേഷൻ വ്യാപാരികളുടെ വർദ്ധിച്ചു വരുന്ന ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് കമ്മീഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരം നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഈ മേഖല നിലനിൽക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റേഷൻ വ്യാപാരികളെ അവരെ സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. പയ്യന്നൂരിൽ നിന്നാണ് ജാഥയ്ക്ക് ആരംഭമായത്. 3 താലൂക്കുകളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി 15-ന് തലശ്ശേരിയിൽ ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. സംസ്ഥാനത്തെ വാണിജ്യ ബാങ്ക് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ജീവനക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. രാജ്യത്ത് 9 ലക്ഷത്തോളം ജീവനക്കാരും ഓഫീസർമാരുമാണ് പണിമുടക്കിയത്. സംസ്ഥാനത്തും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പണിമുടക്കിയവർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തളിപ്പറമ്പിൽ ബാങ്ക് യൂണിയനുകളുടെ ഐക്യവേദി നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സ്റ്റേറ്റ് ബാങ്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. ബെഫി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടോമി മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഇടപാടുകാരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹ നടപടികൾ പിൻവലിക്കുന്നതിനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഒരു നേരിട്ടുള്ള പണിമുടക്ക് സമരത്തിലേക്ക് ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അഖിലേന്ത്യാ വ്യാപകമായി നടക്കുന്ന ഈ പണിമുടക്കിൽ ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ, ഓഫീസർമാർ, ഗ്രൂപ്പുകാർ വരെയുള്ള മുഴുവൻ ജീവനക്കാരും പണിമുടക്കിൽ അംഗീകരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് കേവലം ബാങ്ക് ജീവനക്കാരുള്ള ഒരു സമീപനത്തിന്റെ ഭാഗം മാത്രമേ ഞങ്ങൾ കാണുന്നില്ല. ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനത്തെ പൂർണ്ണമായും പൊതുമേഖലയിൽ നിന്നും മാറ്റിക്കൊണ്ട് സാധാരണ ഇടപാടുകാരെ പൂർണ്ണമായും ആട്ടിയകറ്റിക്കൊണ്ട് വലിയ തോതിലുള്ള കുത്തകകൾക്ക് മാത്രമായി ബാങ്ക് സേവനം പരിമിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ATM-ന്റെ അടക്കം സർവീസ് ചാർജുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. NCBE ഏരിയ സെക്രട്ടറി US ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. C. സത്യൻ, CC ശ്രീധരൻ, K. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ബാങ്ക് ജീവനക്കാരുടെ സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ബാങ്കിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിയമപരമായ പരിരക്ഷ ലഭിച്ചുകൊണ്ടിരുന്ന 70% തൊഴിലാളികൾക്ക് നിയമപരമായ പരിരക്ഷ ഇല്ലാതാവുന്ന അവസ്ഥ അതിയാൻ വേണ്ടി പോവുക. അഡ്വക്കേറ്റ് GV ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PT പ്രേംകുമാർ, M. ഉദയകുമാർ, താവം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. CMPക്ക് എന്നും ഇടതുപക്ഷ മനസ്സാണെന്ന് CMP KR അരവിന്ദാക്ഷൻ പക്ഷ നേതാവ് പാട്യം രാജൻ MVRന്റെ അവസാന കാലത്തും ഇടതുപക്ഷ ഐക്യം ആഗ്രഹിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. മറിച്ചുള്ള വാദങ്ങൾ MVRനെ കരുതേച്ച് കാണിക്കാനുള്ള UDFന്റെ ശ്രമമാണെന്നും പാട്യം രാജൻ പറഞ്ഞു. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്ന് പറയാൻ വേണ്ടി കഴിയും. ഇത് മാത്രമല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലത് കൂടി ഞാൻ പറയാം. ഈ പറയുന്ന ജോണ്, CP ജോണിനെ കുറിച്ചൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാനും ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ സഖാവ് MVR ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാം തന്നെ ആ ചിന്തയിലെത്തുന്നതിന് വേണ്ടിയിട്ട് വഴിവെച്ചത് MVRൻ്റെതായിട്ടുള്ള ഈ പറയുന്ന ധാരണയും നിയന്ത്രണമാണ്. അതല്ലാതെ MVR ഇത്രയും കാലമായിട്ട് നിന്നിട്ടും MVR തള്ളിപ്പറയുന്ന ഒരു സമീപനം ഞങ്ങളിപ്പോൾ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
അതാണ് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയനായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കാനൻ രാജേന്ദ്രനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തൃശ്ശൂരിലെ MP ഇല്ലേ ജയദേവനായിട്ടൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് MPR സംസാരിച്ചതാണ്. കാനൻ രാജേന്ദ്രൻ്റെ ഇവിടെ MPR വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആർക്കും അറിയാത്തത്. പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതി പിരിച്ചുവിടുകയല്ല വേണ്ടത്, അതിനു പകരം തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടതെന്നും പാട്യം രാജൻ പറഞ്ഞു. കണ്ണൂർ CMP ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാട്യം രാജൻ. വാർത്താസമ്മേളനം നടക്കുന്നതിനിടയിൽ MVRന്റെ മകൻ MV നികേഷ് കുമാർ CMP ഓഫീസിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിലെ വ്യാപാര മേഖലയും വ്യാപാരികളും പ്രതിസന്ധിയിലാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. ഒരു ഭാഗത്ത് സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്നുള്ള വ്യാപാര മാന്ദ്യം, മറുഭാഗത്ത് സർക്കാരിന്റെ നയവൈകല്യങ്ങളാൽ ഉണ്ടാകുന്ന പ്രയാസം. ഉടച്ചുമാർക്കപ്പെട്ട നികുതി സമ്പ്രദായങ്ങളിൽ മായം ചേർത്ത് പുതിയ നികുതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നികുതികൾ വീണ്ടും പുനർജനിക്കുകയാണ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക വിഷമം തീർക്കാൻ വ്യാപാരികളുടെ ചുമലിൽ കനത്ത നികുതി ഭാരം കെട്ടിവെക്കുന്നത് നീതിയല്ല. വസ്ത്ര വ്യാപാര മേഖലയിൽ ഏർപ്പെടുത്തിയ ടേൺ ഓവർ ടാക്സും ഹൈക്കോടതി റദ്ദ് ചെയ്ത കൈത്തറി സെസ് നിയമപരിഷ്കാരം നടത്തി വസ്ത്രവ്യാപാരികളിൽ നിന്നും പിരിക്കാൻ തീരുമാനിച്ചതും കടുത്ത ദ്രോഹമാണ്. വാറ്റ് നിയമത്തിന് വിരുദ്ധമായി മാനദണ്ഡങ്ങളില്ലാതെ നടത്തുന്ന കടപരിശോധനയും അന്യായമാണ്. വ്യാപാരികളുടെ നികുതി പണവും അംശാദായവും ഉപയോഗിച്ച് നടത്തുന്ന സർക്കാരിന്റെ ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നൽകാതെ തടഞ്ഞുവച്ചിരിക്കുന്നത് വ്യാപാരികളെ മനഃപൂർവ്വം ദ്രോഹിക്കലാണ്. എല്ലാ വ്യാപാരി സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കണം. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പുനഃസംഘടിപ്പിക്കണം. പാക്കിംഗ് കൊമോഡിറ്റീസ് ആക്ടിന്റെ മറവിൽ വസ്ത്ര വ്യാപാര മേഖലയിൽ നടത്തുന്ന കടപരിശോധനകൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഓംബുഡ്സ്മാനെ നിയമിക്കണം. മുഖ്യമന്ത്രി ചെയർമാനായി വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാഹചര്യമൊരുക്കണം. ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിനു വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് K. ഹസൻകോയ ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ചർച്ച നടത്തുകയും ആവശ്യങ്ങളുടെ ഗൌരവം മനസ്സിലാക്കി മുഖ്യമന്ത്രി ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് സമ്മതിച്ച സാഹചര്യത്തിൽ ഗ്രാൻഡ് കേരള ഫെസ്റ്റിവലിൽ സഹകരിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾക്കൊള്ളുന്ന വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കടപരിശോധന ഞങ്ങൾ പറഞ്ഞു, അതായത് വാറ്റ് നികുതി പ്രകാരം ചെറിയ കച്ചവടക്കാരെ കടകൾ തീരെ പരിശോധിക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് അത്രക്കാരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ വാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വാറ്റ് വന്നാൽ പിന്നെ കടപരിശോധന വേണ്ട. ആദ്യത്തെ ഒരാൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്നും സാധനം വാങ്ങി വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരൻ വിലയിലുള്ള അന്തരത്തിനനുസരിച്ച് ടാക്സ് കൊടുത്താൽ മതി. 100 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം 110 കുട്ടി വിൽക്കുമ്പോൾ അയാൾ 10 രൂപയ്ക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പം അത്തരം കടകളെയൊക്കെ തന്നെ ചെറിയ കണക്കുകൾ വിളിച്ച് പരിശോധിക്കുക എന്നതിന് പകരം വലിയ കടകളെ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ആളുകളെ രീതിയിൽ തന്നെ അത് പരിശോധിപ്പിച്ച് കടകളിൽ ബുദ്ധിമുട്ടുണ്ടാകരുതും. അതും ഇന്ന് പത്രത്തിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് പരിഗണിച്ച് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഗ്രാൻഡ് കേരള ഫെസ്റ്റിവൽ വിജയിപ്പിക്കുവാൻ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും സഹകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ വ്യാപാരികളെ ബോധ്യപ്പെടുത്താനും വ്യാപാരികളുടെ ഗുരുതരമായ പ്രശ്നങ്ങൾ സർക്കാരിനെ കൂടുതലായി ബോധ്യപ്പെടുത്താനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലകൾ തോറും പ്രചരണ ജാഥകളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. ഇതിന്റെ തുടക്കം കുറിച്ച് ജില്ലയിൽ ഈ മാസം പ്രചരണ പരിപാടിയും സമ്മേളനങ്ങളും നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K. ഹസൻകോയ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TF സെബാസ്റ്റ്യൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM നാസറുദ്ദീൻ, സംസ്ഥാന ട്രഷറർ M. നസീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിന് തീവെച്ചു. കണ്ണൂർ ചാലാട് CK പുരത്തെ BJP പ്രവർത്തകൻ വിജിത്തിന്റെ ബൈക്കാണ് ബുധനാഴ്ച പുലർച്ചെ തീയിട്ട് നശിപ്പിച്ചത്. കണ്ണൂർ ചാലാട് ചാക്കാട്ട് പീടികയ്ക്ക് സമീപം ശോഭനാലയത്തിൽ വിജിത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കാണ് ബുധനാഴ്ച പുലർച്ചെ തീയിട്ടത്. ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തു വരുമ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് പ്രദേശവാസി: ചാലാട് പ്രദേശത്ത് മാസങ്ങളിലായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തും BJPയുടെ പ്രവർത്തകന്മാർ രാത്രി കാലങ്ങളിൽ വരുമ്പോൾ പതിയിരുന്ന് ആക്രമിക്കുന്ന തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി.
ഒരു 4:30 മണിക്കും 4 മണിക്കും ഉള്ളിലായിട്ട് പുലർച്ച ബൈക്ക് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് നടന്നത്. അത് ആ വീട്ടുകാർ അറിഞ്ഞതുകൊണ്ടാണ് ബൈക്ക് ഭാഗികമായി കത്തിയത്. പോലീസോട് പറയുന്നു, ഇത്ര പ്രദേശങ്ങൾ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നുണ്ട്, ആ ക്രിമിനലുകളെ ഉടനടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവരെ മാതൃകപരമായി ശിക്ഷിക്കേണ്ട നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ബൈക്ക് കത്തിച്ചതിന് പിന്നിൽ സിപിഎമ്മിന്റെ ഗൂഢാലോചനയാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു. അക്രമം നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കെ നിര്യാതനായ ജോൺസ് ജെ ഓടയ്ക്കലിന്റെ 10ാം ചരമവാർഷിക ദിനാചരണം യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ശ്രീകണ്ഠപുരം ചുണ്ടപ്പറമ്പിലെ സ്മൃതി കുടീരത്തിൽ രാവിലെ പുഷ്പാർച്ചന നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നൌഷാദ് ബ്ലാത്തൂർ, ജോഷി കണ്ടത്തിൽ, O.K. പ്രസാദ്, ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മാർഗരറ്റ് മാത്യു, ഏരുവേശി മണ്ഡലം പ്രസിഡന്റ് ജോസഫ് കൊട്ടുകാപ്പള്ളി, TP അഷ്റഫ്, PV ജയൻ, KP ലിജേഷ്, ബിജു S. നായർ, ജൂബിലി ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. വെമ്പുവ തെരേസ ഭവൻ അഗതി മന്ദിരത്തിൽ അനുസ്മരണ സമ്മേളനവും സ്നേഹസംഗമവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ കാണിച്ചു തന്ന മാർഗത്തിലൂടെ, പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ പലപ്പോഴും നമ്മുടെ ചെറുപ്പത്തിന്റെ പല വ്യാകുലതകളെ, ആകുലതകളെ, അവരുടെ പരിഭ്രമങ്ങളെ, അമ്പരപ്പുകളെ, നിരാശകളെ എല്ലാം ഞാൻ കാണുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്തരം ചെറുപ്പക്കാർക്കെല്ലാം ഇതാ ഒരേ ഒരു മാതൃക, ഒരു റോൾ മോഡൽ ഇതാ ഈ ജോൺസൺ. ജിത്തു തോമസ് അധ്യക്ഷനായി. CP ജോസ്, ജോഷി കണ്ടത്തിൽ, സുനിൽ ജോബ്, KP ഗംഗാധരൻ, ടെസി ഇമ്മാനുവൽ, O.K. പ്രസാദ്, ദിലീപ് മാത്യു, രാഹുൽ കായിക്കിൽ, നൌഷാദ് ബ്ലാത്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. DCC മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺസൺ ഓടയ്ക്കലിന്റെ 10ാം ചരമവാർഷിക ദിനാചരണം DCC ഹാളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ VM സുധീരൻ ഇതിന്റെ ഈ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന്റെ പിറകിലാണ് ജനങ്ങൾ മദ്യത്തിനെതിരെ, ലഹരി മരുന്നിനെതിരെ, ലഹരിക്കെതിരെ, അതുപോലെ തന്നെ പ്രകൃതിയെ അറിയുക, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജാഥ സാധാരണഗതിയിലുള്ള ജാഥ പോലെയല്ല. ഇത് ഈ ജാഥ ജനങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുന്നത് സമൂഹം ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു ജാഥയുമായി VM സുധീരൻ രംഗത്ത് വന്നത്. റിജിൽ മാക്കൂറ്റി, സുദീപ് ജെയിംസ്, T. ഹരി, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ TV രാജേഷ് MLA നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. പിലാത്തറ മുതൽ പഴയങ്ങാടി വരെയുള്ള പ്രവൃത്തി ഡിസംബർ 30ഓടെ പൂർത്തിയാകും. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് MLA നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. KSTP ഉദ്യോഗസ്ഥർ, കരാർ എടുത്ത RDSന്റെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, BSNL, KSCB, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. KSTP റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഭാസ്കരന്റെ പീടികയ്ക്ക് സമീപത്തെ വീട്ടുകാർ ഉന്നയിച്ച വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം ജില്ലാ കലക്ടർ മുൻകൈയെടുത്ത് ചർച്ച നടത്തും. ഭൂവുടമകൾ സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പാത നിർമ്മിച്ചു നൽകും. റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ, BSNL കേബിളുകൾ ഇവ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി വേഗത്തിലാക്കും. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പോലുള്ള തിരക്കുപിടിച്ച പ്രദേശങ്ങളിൽ രാത്രിയിലും നിർമ്മാണ പ്രവൃത്തി നടത്തും. എരിപുരം മുതൽ പഴയങ്ങാടി വരെ ഓവുചാലിന്റെ വീതി കൂട്ടും. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കും. പാപ്പിനിശ്ശേരി മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് KSTP അധികൃതർ പറഞ്ഞു. അവലോകന യോഗത്തിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് P. കണ്ണൻ, K. ഗോവിന്ദൻ, PP. കരുണാകരൻ, K. സുലൈമാൻ, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VV ദേവദാസൻ, PN ഉണ്ണികൃഷ്ണൻ, നിർമ്മാണ കമ്പനി പ്രതിനിധികളായ KK അനിൽകുമാർ, സ്മിത നാരായണൻ, KG സുരേഷ്, EP ഓമന, C. തങ്കമണി, TV ശോഭന, SV റഷീദ്, MT നാസർ, KP സതീശൻ, AV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോളിയോ തുള്ളിമരുന്നില്ല. പ്രതിരോധ കുത്തിവയ്പ്പിനെത്തിയവർ വലഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകം.
പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോളിയോ തുള്ളിമരുന്നില്ലാത്തത് കൈക്കുഞ്ഞുങ്ങളുമായി കുത്തിവയ്ക്കാനെത്തുന്നവരെ ദുരിതത്തിലാഴ്ത്തുന്നു. ഒരാഴ്ചക്കാലമായി താലൂക്ക് ആശുപത്രിയിലെ ശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രത്തിലെത്തുന്നവർ തുള്ളിമരുന്ന് ലഭിക്കാതെ മടങ്ങുകയാണ്. പുതിയ സ്റ്റോക്കിനായി കണ്ണൂർ DMO ഓഫീസിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. യഥാസമയം മരുന്നെത്തിച്ച് നൽകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. കുത്തിവയ്പ്പിന് കുട്ടികളുമായി എത്തുന്നവർ തുള്ളിമരുന്ന് നൽകാൻ വീണ്ടും എത്തേണ്ട അവസ്ഥയാണ്. കൈക്കുഞ്ഞുങ്ങളുമായി വാഹനത്തിലെത്തുന്ന സാധാരണക്കാർക്ക് ഇത് ഏറെ ദുരിതമാണുണ്ടാക്കുന്നത്. ജില്ലയിലെ മിക്കയിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ എന്നാണ് പറയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ വാക്സിൻ ലഭ്യമല്ലാത്ത പ്രശ്നവുമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തളിപ്പറമ്പ് നഗരസഭയിൽ പറശ്ശിനിക്കടവ് ഭാഗങ്ങളിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും തളിപ്പറമ്പ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രമേയം. നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 38 അജണ്ടകളിൽ തീരുമാനമെടുത്തു. തളിപ്പറമ്പ് നഗരസഭയിലെ നണിച്ചേരി, കോടല്ലൂർ, കോൾത്തുരുത്തി, ആന്തൂർ, പറശ്ശിനിക്കടവ്, കടമ്പേരി ഭാഗങ്ങളിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണെന്നും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിന് പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും കൌൺസിലർ PP ഉഷ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. തളിപ്പറമ്പിൽ പല വ്യാപാരികളും ലൈസൻസ് എടുക്കാതെ അനധികൃതമായി കച്ചവടം നടത്തുന്നുണ്ടെന്ന് കൌൺസിലർ C. ലക്ഷ്മണൻ പറഞ്ഞു. പലതവണ അറിയിപ്പ് കൊടുത്തിട്ടും കടക്കാർ പണമടച്ച് ലൈസൻസ് എടുത്തിട്ടില്ല. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട വൻ നികുതിയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. ഇത്തരം അനധികൃത കടകൾ കണ്ടെത്തി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. അടുത്ത ദിവസം തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തി കുറ്റക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയോ ഫൈൻ ഉൾപ്പെടെ ഈടാക്കി നടപടി സ്വീകരിക്കാനും തീരുമാനമെടുത്തു. 38 അജണ്ടകളിൽ യോഗം തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഓർഡിനൻസ് വഴി വർദ്ധിപ്പിച്ച മുദ്രവില പിൻവലിക്കുക, അശാസ്ത്രീയത നിറഞ്ഞ താരിഫ് വില ഉയർത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, ക്ഷേമനിധി ബോർഡിന്റെ ചുമതല സ്വതന്ത്രമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരമെഴുത്തുകാർ കളക്ടറേറ്റ് ധർണ നടത്തി. KK നാരായണൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്തിനാ പ്രതിസന്ധി സംബന്ധിച്ച് നമുക്ക് തർക്ക വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 32,000 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ 2 വർഷമായി പിടിച്ചെടുക്കാൻ നികുതി പിരിക്കേണ്ടത്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MV രമേശ് അധ്യക്ഷത വഹിച്ചു. മോഹനൻ മാനന്തേരി, രമേശ് കൊയിലോടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അനാഥാലയങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും പ്രശ്നം പഠിക്കുന്നതിനായി അദാലത്ത് സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് ഹാളിൽ നടന്ന പരിപാടി കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. ഓർഫനേജിന് വേണ്ടി ഒരു അദാലത്ത് നടത്തിയാൽ നമുക്ക് പൊതുവെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് ഓർഫനേജിന് പൊതുവെയുള്ള പ്രശ്നങ്ങൾ ഓരോ ഓർഫനേജിലുള്ള ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ സ്ഥലത്തിന്റെയും മതത്തിന്റെയും വഴിയിലും അല്ലെങ്കിൽ റേഷന്റെ ഒരു ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളായാലും അതും നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും. അത് മാത്രമല്ലാതെ പൊതുവെ ഓർഫനേജ് ഒരു കൂട്ടായ്മയായിട്ട് ആ കൂട്ടായ്മക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ അദാലത്തിനകത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ഉന്നയിക്കാൻ പറ്റും. അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇത്ര എല്ലാവരും കൂട്ടായ്മയായിട്ട് വിളിക്കുകയും നിങ്ങളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയാണ് ഈ അദാലത്ത് വിളിച്ചത്. അഡ്വക്കേറ്റ് PN സൈനുദ്ദീൻ, S. ജലജ, M. അബ്ദുറഹിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തോടിൻ പാലത്തിന് മുകളിൽ നിർമ്മിച്ച കൈവരികൾ തകർന്നു. വെള്ളാട്, പള്ളിക്കവല, കാവുംകുടി, പാത്തൻപാറ റോഡിലെ പാലത്തിന്റെ കൈവരികളാണ് തകർന്നത്. തോടിന്റെ ഇരുഭാഗത്തും നിർമ്മിച്ച ഇരുമ്പു പൈപ്പിന്റെ കൈവരികളാണ് തകർന്നത്. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന പാലത്തിന്റെ കൈവരികൾ തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നടന്നുപോകുന്ന പാലത്തിന്റെ കൈവരികൾ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണം. ന്യൂസ് ബ്യൂറോ, നടുവിൽ. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തളിപ്പറമ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ മേഖലയിൽ ആദ്യമായി തുടങ്ങുന്ന ശബരിമല തീർത്ഥാടകർക്കായുള്ള ഇടത്താവളം 17-ന് പ്രവർത്തനം തുടങ്ങും. 3 നേരം അന്നദാനവും വിശ്രമ സൌകര്യങ്ങളും നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 17 വരെയാണ് ഇടത്താവള സൌകര്യം ഒരുക്കുന്നത്. 17-ന് 10 മണിക്ക് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റും മുൻ MP-യുമായ തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന ദിവസം 1000 പേർക്ക് അന്നദാനം ഒരുക്കും. സ്ഥലം ഒരുപാടുണ്ട്. നാഷണൽ ഹൈവേ ആയതുകൊണ്ട് അവിടെ
ഹൈവേയുടെ വലതുവശത്തായിട്ട് അങ്ങ് കാസർഗോഡ് മേഖലയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ വലതുഭാഗത്ത് ഇഷ്ടംപോലെ സൗകര്യം ആ റോഡിൻ്റെ പരിസരത്ത് ഉണ്ട്. പിന്നെ ദേവസ്വത്തിൻ്റെ ഒരുപാട് സ്ഥലം സൗകര്യം അതിനകത്തുണ്ട്. എല്ലാം ഒത്തു ചേർന്ന ഒരു സ്ഥലമാണ് ഈ കുറ്റിക്കോൽ പാലത്തിന് സമീപമുള്ള നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ. അതൊരു വലിയ സംരംഭമായി നമ്മൾ കാണുകയാണ്. എല്ലാ സൗകര്യങ്ങളും നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഇതിനകത്തുണ്ട്. അത് കൂടാതെ കണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ പൂർണ്ണമായും അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർക്ക് ഒരു ഇടത്താവളം കൂടിയാണിത്. വാർത്താ സമ്മേളനത്തിൽ കൊയ്യം ജനാർദ്ദനൻ, കെ മണികണ്ഠൻ നായർ, സോമശേഖരൻ, ഹരിദാസൻ പയ്യാവൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പറവകൾക്ക് കാടും കൂടും നഷ്ടമാവുകയാണ്. വികസനത്തിന്റെ പേരിൽ കാടില്ലാതാവുമ്പോൾ നാട്ടിൽ കോൺക്രീറ്റ് കാടുകൾ മാത്രമാണ് ഉയരുന്നത്. പറവകൾക്ക് ആകാശം മാത്രം തുണ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളിലാണ് ഇപ്പോൾ പക്ഷികൾ കൂടൊരുക്കുന്നത്. കടന്നു പോവുകയായി ഒരു പക്ഷിദിനം കൂടി. ആകാശത്തിലെ പറവകൾ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. എന്നാൽ അവയുടെ ജീവിതം സുന്ദരമായിരുന്നു. കാട്ടിലെ കൂട്ടിനുള്ളിൽ സ്വൈര്യജീവിതം. എന്നാൽ ഇന്നെല്ലാം മാറി. കാടുകളില്ലാതായി. നാട്ടിൻപുറങ്ങളിലടക്കം കോൺക്രീറ്റ് കാടുകൾ ഉയരുകയായി. പരമ്പരാഗത രീതിയിലുള്ള വീടുകളടക്കം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. പക്ഷികൾക്ക് കൂടൊരുക്കാൻ ഒരിടവും ബാക്കിയില്ല. ഓരോ പക്ഷിദിനവും പക്ഷി നിരീക്ഷണ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷികളെ സ്വതന്ത്രരായി വിടുന്ന ഒരു കാലം വിദൂരമാണെന്ന് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ ഖലീൽ ചൊവ്വ. പക്ഷികൾക്ക് വേണ്ടി ഒരു ദിനം ലോകവ്യാപകമായിട്ട് തന്നെ ആചരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ പക്ഷികളുടെ വർഗം അതിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 400-ലധികം പക്ഷി വർഗ്ഗങ്ങൾ, വിവിധ തരത്തിലുള്ള പക്ഷികളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ 1300ഓളം പക്ഷികളാണുള്ളത്. അപ്പോൾ ഇവയിൽ പലതും നമുക്ക് ഇവിടെ ദേശാടന പക്ഷികളായി വരുന്നവയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ തന്നെ ഓരോ വർഷവും വരുന്നത് ലക്ഷക്കണക്കിന് പക്ഷികളാണ് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ മഞ്ഞ് വീഴുമ്പോൾ അവർക്ക് വസിക്കാനുള്ള ഒരിടം തേടി നമ്മുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ ഈ പ്രദേശങ്ങൾ നമ്മൾ നശിപ്പിച്ചാൽ അതിൻ്റെ തനതായിട്ടുള്ള ഒരു ആവാസസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ഈ പക്ഷികൾക്ക് വന്നിരിക്കാൻ സ്ഥലമില്ലാതെ പോവുകയും അവയുടെ വംശനാശത്തിന് അത് വഴിയൊരുക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങളെല്ലാം നാം കഴിയുന്നത്ര നിയന്ത്രണം ഏർപ്പെടുത്തുകയും പക്ഷികൾക്ക് തനതായി അവ വസിക്കുന്ന ഇടങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി അവർക്ക് നശിപ്പിക്കാതെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം കുറേയധികം ദേശാടകരായിട്ട് വരുന്ന പക്ഷികൾ പലതും നീർപക്ഷികളാണ്. ഈ നീർപക്ഷികൾക്ക് നമ്മുടെ തീരപ്രദേശത്തോട് ചേർന്നുകൊണ്ടുള്ള നീർത്തടങ്ങൾ, തണ്ണീർത്തടങ്ങൾ നിർബന്ധമായിട്ടും വേണം. അവരുടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മഡ് ഫ്ലാറ്റ്സ് വേണം. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഈ പക്ഷികൾ വരാത്തത്. നമുക്ക് പണ്ട് വയലുകളുണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. അവിടെ വരുന്ന തൂക്കണാങ്കുരുവികളുടെ കൂട്ടത്തെ എല്ലാം നമുക്കിപ്പോൾ സ്വപ്നത്തിൽ പോലെ മാത്രമേ കാണാൻ സാധിക്കൂ. അവയെ നിലനിർത്തി നമുക്കൊരു സുന്ദരമായ ഈ പക്ഷികളുടെ കളകളാരവം കേട്ടുണരുന്ന ആ സുന്ദരമായ ദൃശ്യം നമുക്ക് തനതായിട്ട് നേരിട്ട് കാണാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാടും മലയും പുഴയോരവും നഷ്ടമാവുമ്പോൾ കൂടൊരുക്കാൻ എവിടെയാണ് ഇടം? പച്ചപ്പില്ലാത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് അവസാനത്തെ അഭയത്തിന്റെ കൂടുകൾ. കടന്നു പോവുകയാണ് ഒരു പക്ഷി നിരീക്ഷണ ദിനം കൂടി. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ രോഗ ദിനം, ശിശുദിനം എന്നിവയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കുകൾ നടക്കും. 14-ന് ജില്ലയിലെ 60 കേന്ദ്രങ്ങളിൽ ക്ലിനിക്കുകൾ നടക്കും. 14-ന് ജില്ലയിലെ 60 കേന്ദ്രങ്ങളിലും 50 വീതം രക്ഷിതാക്കളെയാണ് ക്യാമ്പിൽ ക്ഷണിച്ചുവരുത്തി ക്ലിനിക്കൽ പരിശോധന നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ, പയ്യന്നൂർ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലും കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, കാൾടെക്സ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും 14-ന് പ്രത്യേക ക്ലിനിക്കുകൾ നടത്തും. തുടർന്ന് എല്ലാ മാസവും അതാത് വിദ്യാലയങ്ങളിൽ 50 മുതൽ 100 വരെ രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ച് PTA-യുടെയും മറ്റും സഹകരണത്തോടെ മാസത്തിലൊരിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇപ്പം നമ്മൾ 60 കേന്ദ്രങ്ങളിലാണ് ഇത് നടത്തുന്നത്, 60 ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നടത്തുന്നത്. പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും തിരഞ്ഞെടുത്ത 25 കുട്ടികൾക്ക് നമ്മൾ ഒരു 2 ലെവലിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ട്രെയിനിങ് കൊടുത്ത്, ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 14-ന് 9 മണിക്ക് കലക്ടർ P. ബാലകിരൺ നിർവഹിക്കും.
വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡി കൃഷ്ണനാഥ പൈ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാത്തൻപാറയിൽ പ്രവർത്തനം നിർത്തിയ ഖാദി ബോർഡിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. 1984 ആരംഭിച്ച യൂണിറ്റ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പയ്യന്നൂർ ഖാദി ബോർഡിന്റെ കീഴിലാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥലത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് യൂണിറ്റ് നിർമ്മിക്കാനായി 30 സ്ഥലവും സൌജന്യമായി നൽകിയത്. കുറച്ചുകാലം പ്രവർത്തനത്തിന് ശേഷം തൊഴിലാളികൾ എത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നുവത്രേ ഇതിന്റെ പ്രവർത്തനം നിർത്തിയത്. അതേസമയം നടത്തിപ്പിലെ അപാകതയാണ് പരാജയത്തിന് ഇടയാക്കിയതെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ യൂണിറ്റ് പ്രവർത്തനം സജ്ജമാക്കിയാൽ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കും. ഇതിന് സർക്കാരിന്റെ സഹായവും ലഭ്യമാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. ചെക്കിക്കുളം കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ആഭിമുഖ്യത്തിൽ കേരളോത്സവ വിജയികളെ അനുമോദിച്ചു. സംവിധായകൻ ഷെറി വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. കേരളോത്സവത്തിൽ കലാവിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ റെയിൻബോ യുവജനവേദിയിലെ കലാപ്രതിഭകളെ അനുമോദിച്ചു. ചടങ്ങിൽ വോളിബോൾ ടീമിനുള്ള ജേഴ്സി വിതരണം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് സി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. എ പി പ്രശാന്ത്, എ അശോകൻ, പി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. തളിപ്പറമ്പ് വൈസ്മെൻ ക്ലബ്ബ് നേതൃത്വത്തിൽ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ ക്രൈം ബോധവൽക്കരണം വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാങ്ങാട്ടുപറമ്പ് KAPSI MK ഹരിപ്രസാദ് ക്ലാസ് എടുത്തു. കുട്ടികളും വലിയവരുമെല്ലാം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയ്ക്ക് അടിമകളാവുകയും തെറ്റുകളിലേക്ക് നീങ്ങി ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വർഷം തോറും സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യ വർദ്ധിക്കുകയാണ്. ഇന്ന് നമുക്ക് ആദ്യമായി പഠന സൗകര്യാർത്ഥം മൊബൈൽ ഫോണിനെ മാത്രം പരീക്ഷിച്ചു നോക്കാം. ഓരോ വിദ്യാർത്ഥിയും എന്ന് മാത്രമല്ല, ആപാലവൃന്ദ ജനങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാവുന്ന അവസ്ഥ എന്താണ്? നമ്മളൊക്കെ ഉള്ള കൈകളി കണ്ടിട്ടാവും രാവിലെ എഴുന്നേറ്റാൽ അവരവന്റെ കൈയുടെ ഒരുപാട് കാണും. അല്ലെങ്കിൽ ചിലവർ കണ്ണാടി നോക്കി മുഖം കണ്ട് ആസ്വദിക്കും. അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ പുറത്തു കാണുന്ന കാഴ്ചയായിരിക്കും കണി. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് മാത്രമല്ല, എല്ലാ ജനങ്ങളും, ആപാലവൃന്ദ ജനങ്ങളും രാവിലെ എഴുന്നേറ്റ പരാടിയിലേക്ക് തപ്പി നോക്കും മൊബൈൽ ഫോൺ എഴുതിയോടെ. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നോക്കുന്നത് എത്ര മിസ്ഡ് കോൾ വന്നു, എത്ര മെസ്സേജ് വന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിസ്ഡ് കോളോ മെസ്സേജോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കണ്ടിട്ടില്ല എങ്കിൽ അന്ന് മൂടൗട്ടായി, തെക്കോട്ട് മറക്കോട്ട് നടത്തായി. ചില ആൾ വിചാരിക്കും ഇത് എന്നെ കുറിച്ചാണല്ലോ സാർ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ സാർ പറയുന്നത്. അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് ഗവർണർ VP അശോകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് മെനറ്റ്സ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രിയ ഗോപാൽ അധ്യക്ഷത വഹിച്ചു. P രാമചന്ദ്രൻ, CV ഹരിദാസ്, ലീല M ചന്ദ്രൻ, TP മായാമണി, അഡ്വക്കേറ്റ് MK വേണുഗോപാൽ, MV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പഴയകാലത്തെ പത്ര കട്ടിങ്ങുകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി നടത്തിയ ഓർമ്മകളിലൂടെ പ്രദർശനം ശ്രദ്ധേയമായി. DYFI നടുവിൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. 1980കളിൽ സംഭവിച്ച കാര്യങ്ങളും ഇതു സംബന്ധിച്ചു വന്ന പത്രത്താളുകളുമാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. ബാബറി മസ്ജിദ് തകർച്ച, EK നായനാരുടെ അന്ത്യം ഉൾപ്പെടെയുള്ള പ്രമുഖ സംഭവങ്ങളുടെ വാർത്താ കട്ടിങ്ങുകളും ചിത്രങ്ങളുമാണ് പ്രധാനമായും പ്രദർശനത്തിനൊരുക്കിയത്. ഭാരവാഹികളായ KV മനേഷ്, KP മൊയ്തീൻ, രാജേഷ് മാങ്കൂട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നടുവിൽ. മോറാഴ, മുതുവാനി, മോലോംതടം, ആദിവടേശ്വര ശിവക്ഷേത്രം കുറ്റിയടിക്കൽ കർമ്മം ബുധനാഴ്ച രാവിലെ നടന്നു. ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. शिव 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 शंभो महादेव सांब सदा शिव तमरुगनाथा शिव 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 शंभो महादेव सांब सदा शिव तमरुगनाथा शिव 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 शंभो महादेव सांब सदा शिव तमरुगनाथा शिव 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 शंभो महादेव सांब सदा शिव डमरुकनाथा शिव 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 शंभो महादेव सांब सदा शिव डमरुकनाथा शिव 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 शंभो. ശ്രീകോവിൽ നിർമ്മാണ ധനശേഖരണാർത്ഥം ഏർപ്പെടുത്തിയ സമ്മാന നറുക്കെടുപ്പ് ഫെബ്രുവരി 15 നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ കടുത്ത അവഗണന. ജില്ലയിലെ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. സംസ്ഥാന വ്യാപകമായി 17 മുതൽ അനിശ്ചിതകാല സമരം. ജില്ലയിൽ സമരം നേരത്തെ തുടങ്ങിയത് ഭക്ഷ്യവകുപ്പ് അധികൃതരുടെ റെയ്ഡിനെ തുടർന്ന്. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ വാണിജ്യ ബാങ്കുകളിലെ ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. CMPക്ക് എന്നും ഇടതുപക്ഷ മനസ്സാണെന്ന് പാട്യം രാജൻ. MVRന്റെ അവസാന കാലത്തും ഇടതുപക്ഷ ഐക്യം ആഗ്രഹിച്ചിരുന്നെന്നും പാട്യം രാജൻ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോളിയോ തുള്ളിമരുന്നില്ല, പ്രതിരോധ കുത്തിവയ്പ്പിനെത്തിയവർ വലഞ്ഞു. കാടുകളും കൂടുകളും നഷ്ടമാവുമ്പോൾ പറവകൾക്ക് ആകാശം മാത്രം. കൂടുകൂട്ടാൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കോൺക്രീറ്റ് കാടുകൾ. കടന്നുപോകുന്നു ഒരു പക്ഷി നിരീക്ഷണ ദിനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.